യോദ്ധ എന്ന മലയാളത്തിലെ എക്കാലത്തെയും കൾട്ട് സിനിമയിലെ അശ്വതി. മലയാളികൾക്ക് മധുബാലയെ സ്നേഹിക്കാൻ വേറെന്തെങ്കിലും കാരണം വേണോ? ചിന്ന ചിന്ന ആസി എന്ന AR റഹ്മാൻ ഗാനം കേൾക്കുമ്പോൾ മനസ്സിലേക്കെത്തുന്ന മുഖം മധുബാലയുടേതാണ്. നിരവധി മലയാള സിനിമകളിൽ വേഷമിട്ട മധു തെന്നിന്ത്യയിലെ താരസുന്ദരിയായിരുന്നു. ഇപ്പോഴിതാ മലയാളത്തിന്റെ സ്വന്തം ഇന്ദ്രൻ ചുമത്ത് ചിന്ന ചിന്ന ആസി എന്ന സിനിമയുമായി മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തുകയാണ് താരം. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പേളി മാണിക്ക് നൽകിയ അഭിമുഖത്തിൽ യോദ്ധ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഒരു അനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. ഷൂട്ടിങ്ങിനിടെ മദ്യപിച്ചെത്തിയ ഒരു കൂട്ടം തെമ്മാടികൾ തന്നെ കടന്നുപിടിക്കാനും ആക്രമിക്കാനും ശ്രമിച്ചുവെന്നും മോഹൻലാലും സന്തോഷ് ശിവന്റെ അസിസ്റ്റന്റും ചേർന്നാണ് തന്നെ രക്ഷിച്ചത് എന്നുമാണ് മധുബാല വെളിപ്പെടുത്തിയിരിക്കുന്നത്. നേപ്പാളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം. അച്ഛന് എനിക്കൊപ്പം നേപ്പാളിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഞാൻ ഷൂട്ടിന് നിൽക്കുന്നത്. 1 മാസത്തോളം അവിടെ ചിത്രീകരണം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹോംസിക്കാണ്. അവിടെ എന്റെ കംഫർട്ട് സോൺ സന്തോഷ് ശിവനായിരുന്നു. നേരത്തെ റോജയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതിനാൽ ഞങ്ങൾക്കിടയിൽ ആ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ കൊണ്ടുവരുമായിരുന്നു. എനിക്ക് മലയാളം അറിയില്ല. ഞാൻ ഡയലോഗ്സ് പറയുമ്പോൾ പലപ്പോഴും തെറ്റും. ലാലേട്ടൻ എന്നെ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കുനുകുനെ ചെറു കുനുനിരകൾ എന്ന ഗാനരംഗം പഗോഡയിൽ വെച്ച് ചിത്രീകരിക്കുന്നതിനിടെയാണ് ആ സംഭവം ഉണ്ടായത്. അന്നൊക്കെ നേപ്പാളിൽ 6 മണി കഴിഞ്ഞാൽ ആളുകളും തെരുവിൽ കൂട്ടം കൂടി മദ്യപിക്കുമായിരുന്നു. മേലെ പഗോഡയിൽ ഡാൻസ് ചിത്രീകരിക്കുന്നതിനിടെ ആളുകൾ മുകളിലേക്ക് വരുന്നുണ്ടോ എന്ന് ഞാൻ അസിസ്റ്റന്റ്സിനോട് ചോദിക്കുന്നുണ്ട്. ആളുകൾ മുകളിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്നാണ് മനസ്സിലായത് അവർ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു എന്ന്. ആൾക്കൂട്ടം കുടിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു. സാഹചര്യം വഷളാവുകയാണ് എന്ന് മനസ്സിലാക്കിയ ലാലേട്ടനും സന്തോഷ് ശിവൻ സാറിന്റെ അസിസ്റ്റന്റ് ബിജോയിയും ചേർന്ന് എന്റെ കൈപിടിച്ച് ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ താഴെ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് എത്തിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ നിഴൽ പോലും എന്റെ ദേഹത്ത് സ്പർശിക്കാതെ അവർ എന്നെ കാറിലെത്തിച്ചു. ഞങ്ങൾ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. താരം ഓർത്തെടുക്കുന്നു. അന്ന് ഈ സംഭവങ്ങൾ അച്ഛനോട് ഫോൺ വിളിച്ച് സംസാരിച്ചത് തനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നും മധുബാല പറയുന്നു.